يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. يريد الله ഉദ്ദേശിക്കുന്നു ലിയുബയ്യിന ലക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ, വയഹ്ദിയക്കും നിങ്ങളെ നയിക്കാനും ആഗ്രഹിക്കുന്നു, സുനനല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മാർഗങ്ങളിലൂടെ നിങ്ങളെ നയിക്കാനും ആഗ്രഹിക്കുന്നു, വയതൂബ അലൈക്കും നിങ്ങളുടെ പശ്ചാത്താപങ്ങളെ സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു. വല്ലാഹു അലീമുൻ ഹകീം അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തന്ത്രജ്ഞനുമാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത്ത് വികാര ഇച്ഛകളെ പിൻപറ്റുന്നവർ ആഗ്രഹിക്കുന്നു, അൻ തമീലൂ മൈലൻ അദീമാ നിങ്ങൾ വല്ലാതെ ചായണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുകയും ധാരാളം കാര്യങ്ങൾ കൽപ്പിക്കുകയും പല കാര്യങ്ങളും നിരോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് മനുഷ്യർക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ചിന്തയാണ്, എന്തിനാണ് കുറെ കാര്യങ്ങൾ കൽപ്പിക്കുകയും കുറെ കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്? ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചത് അല്ലാഹുവിന്റെ അടിമത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മനുഷ്യവംശത്തെയും അതുപോലെ ജിന്ന് വിഭാഗത്തെയും നാം പടച്ചത് നമ്മെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് വിധിവിലക്കുകൾ മാനിക്കാനും പാലിക്കാനുമാണ്. ഒരാളൊരു കടയിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചാലും അദ്ദേഹം സ്വീകരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ തടഞ്ഞാലും അദ്ദേഹം അംഗീകരിക്കും. ഇതുപോലെ ഒരു ദാസൻ അവന്റെ ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കിയാൽ ഇത്തരമൊരു സംശയത്തിന് സാധ്യതയില്ല. അദ്ദുന്യാ ഖുലിഖത് ലക്കും വഅൻതും ഖുലിഖ്തും ലിൽആഖിറ ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി പടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് മഴ കുറഞ്ഞാൽ മനുഷ്യന് പ്രശ്നം, മൃഗങ്ങൾ കുറഞ്ഞാൽ മനുഷ്യന് പ്രയാസം,
മത്സ്യങ്ങൾ കുറഞ്ഞാൽ മനുഷ്യന് ദുഃഖം. പക്ഷേ മനുഷ്യൻ കുറയുന്നതുകൊണ്ട് മൃഗങ്ങൾക്കോ പറവകൾക്കോ യാതൊരു സങ്കടവും ഉണ്ടാകാറില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും മനുഷ്യന് വേണ്ടിയാണ് പടയ്ക്കപ്പെട്ടത്. അത് ലഭിക്കുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കുന്നു, ഇല്ലാതാകുമ്പോൾ ദുഃഖിക്കുന്നു. എന്നാൽ മനുഷ്യനെ പടച്ചിരിക്കുന്നത് വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് പടച്ചവനെ അനുസരിക്കുക എന്നത്. അതുകൊണ്ട് ആ പടച്ചവൻ എന്തെല്ലാം കൽപ്പിക്കുന്നോ അതെല്ലാം ശിരസ വഹിക്കലും സന്തോഷത്തോടെ അംഗീകരിക്കലുമാണ് മനുഷ്യന്റെ ദൗത്യം. ഇതിനോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കൽപ്പനകളിലും ഓരോ നിരോധനങ്ങളിലും വലിയ തത്വങ്ങൾ വെച്ചിട്ടുമുണ്ട്. അതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഉജ്ജ്വല വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുഴുവൻ ഖുർആനിൽ നിന്നും ചില ആയത്തുകൾ എനിക്ക് വളരെയധികം പ്രിയങ്കരമാണ്. അതിൽപ്പെട്ട ആയത്തുകളാണ് സൂറത്തുൻ നിസാ 26, 27, 28 ആയത്തുകൾ. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ വാഹനത്തിൽ പുറപ്പെട്ടു. വഴിയിലെല്ലാം വഴിയടയാളങ്ങൾ കാണാൻ സാധിക്കുന്നു. കൊല്ലം അങ്ങോട്ടേക്ക്, കുറച്ചു കഴിഞ്ഞ് കൊല്ലം ഇങ്ങോട്ടേക്ക്, 3 കൂടി ജംഗ്ഷൻ വരും. അതിൽ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് തിരിയണം. ഇങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. وَيَهْدِيَكُمْ سُنَنَ الَّذِينَ مِنْ قَبْلِكُمْ وَيَتُوبَ عَلَيْكُمْ. രണ്ടാമതായി അല്ലാഹു തആല മുൻഗാമികളായ നബിമാർ, മഹാത്മാക്കൾ, അവരെ സഞ്ചരിപ്പിച്ച മാർഗത്തിലൂടെ നിങ്ങളെയും സഞ്ചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഓരോ കൽപ്പനകളും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മുൻഗാമികൾക്കും ഉണ്ടായിരുന്നു. പടച്ചവനെ അറിയുക, ആരാധിക്കുക, എല്ലാവരോടും സാഹോദര്യം പുലർത്തുക, വൈവാഹിക ജീവിതം നന്നാക്കുക, കുടുംബജീവിതം കാത്തു സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഓരോ കൽപ്പനകളും, അനാഥരെ ആക്രമിക്കരുത്, അനന്തര സ്വത്ത് അന്യായമായി അധീനപ്പെടുത്തരുത്, മോശത്തരങ്ങളുമായി ബന്ധപ്പെടരുത് എന്നിങ്ങനെയുള്ള ഓരോ നിരോധനങ്ങളും അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മുൻഗാമികൾക്കുമുള്ളതായിരുന്നു. ഈ ലോകത്ത് ആരെല്ലാം മുൻകാലങ്ങളിൽ വിജയം വരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഈ മാർഗത്തിലൂടെ തന്നെയാണ് സഞ്ചരിച്ച് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മഹാന്മാരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് അല്ലാഹു നിയമങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കാര്യം എളുപ്പമായി തീരും. പലരും ചിന്തിക്കും, ഇങ്ങനെ നമസ്കാരം, ഇങ്ങനെ നോമ്പ് പിടിക്കൽ, ഇങ്ങനെ സക്കാത്ത് കൊടുക്കൽ, ഇങ്ങനെയുള്ള ഈ കൽപ്പനകൾ കുറച്ച് ഭാരമാണല്ലോ. അല്ലാഹു പറയുന്നു, ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ ധാരാളം ആളുകൾ ആചരിച്ചിട്ടുണ്ട്, അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർക്ക് സാഹചര്യം വളരെ കുറവായിരുന്നു. നൂറ്റാണ്ടുകളൊന്നും മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. കുറെ നാളുകൾക്ക് മുമ്പ് മാത്രം എടുക്കാൻ അന്ന് ഒതുവെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വീടിന് വെളിയിലേക്ക് വരണം, വെള്ളം കോരണം, എന്നിട്ട് ഒതു ചെയ്യണം. ഇന്ന് എത്രയോ സൗകര്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം,
ഇത് പുതിയതല്ല, പഴയതാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും. നമസ്കാരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തതാണ്. സക്കാത്ത് മുഴുവൻ നബിമാരും പ്രബോധനം ചെയ്തതാണ്. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. എന്നല്ല പണ്ഡിതന്മാർ പഠനം നടത്തി വിശദീകരിക്കുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ പുരാണങ്ങളിലും പ്രമാണങ്ങളിലും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അതേ നിലയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നമസ്കാരം 2 പാദങ്ങളും 2 മുട്ടുകളും 2 കരങ്ങളും കണ്ണും മൂക്കും നെറ്റിയും ഭൂമിയിൽ വെച്ച് പടച്ചവനെ ആരാധിക്കുക. വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും വയതൂബ അലൈക്കും. അല്ലാഹു നിങ്ങൾ തെറ്റുകൾ വല്ലതും പ്രവർത്തിച്ചാൽ നിങ്ങൾ പശ്ചാത്തപിക്കാനും ആ പശ്ചാത്താപം സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു. മനുഷ്യരാണ്. ഈ കൽപ്പനകൾ പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ വരും, നിരോധനങ്ങൾ പലപ്പോഴും പ്രവർത്തിച്ചു പോകും. അല്ലാഹു തആല അതിനുള്ള പരിഹാരമായി തൗബയുടെ കവാടം തുറന്നു വെച്ചിരിക്കുന്നു. അതിലൂടെ നിങ്ങൾ പ്രവേശിച്ച് പശ്ചാത്തപിച്ച് പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പാത്രീഭൂതരാകും. പാപമോചനം മാത്രമല്ല, പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും വയതൂബ അലൈക്കും. വല്ലാഹു അലീമുൻ ഹകീം. അവസാനമായി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, വലിയ തന്ത്രജ്ഞനാണ്. ഒരു രോഗി വൈദ്യന്റെ അരികിൽ പോയി ഇരിക്കുന്നു. വൈദ്യൻ കുറെ കാര്യങ്ങൾ കൽപ്പിക്കുന്നു, തടയുന്നു. വൈദ്യന് എന്നേക്കാളും അറിവുണ്ട് എന്ന വിശ്വാസം വന്നു കഴിഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കും. എനിക്കിത് മനസ്സിലായാലേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ വിഡ്ഢികളാണ്. വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു എല്ലാം അറിയുന്നവനും വലിയ തന്ത്രജ്ഞനുമാണ്. പടച്ചവന്റെ ഓരോ കാര്യങ്ങളിലും വലിയ തത്വം അടങ്ങിയിരിക്കുന്നു. ഓരോ കൽപ്പനകളിലും നിരോധനങ്ങളിലും വലിയ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. അല്ലയോ അറിവ് കുറഞ്ഞ മനുഷ്യ, നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പടച്ചവന്റെ അറിവിനെ അവലംബിച്ച് നീ ആ കാര്യങ്ങൾ പാലിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് പടച്ചവന്റെ വിധിവിലക്കുകളുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.